നമ്മളിപ്പോൾ ഗേദി കാർ മ്യൂസിയം കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ടൂറിസ്റ്റ് പ്ലേസിൽ എടുത്ത മറ്റേ ഇഷ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തത് ഈ ഗേദി കാർ മ്യൂസിയമാണ്. അപ്പോൾ അത് കണ്ടിട്ട് പോകുന്നു വെച്ചു. ഞാനിപ്പോൾ എത്തിയതുള്ളൂ. അവനോടെ വണ്ടി പാർക്ക് ചെയ്യാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. സൂരജും രാകേഷും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വിൻറ്റേജ് കാറുകളുടെ വലിയൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ കോയമ്പത്തൂർ വരുന്നവരൊക്കെ എല്ലാവരും ഇത് കണ്ടിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ വന്നാൽ കാണണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ടിട്ട് പോവാം. കാർ മ്യൂസിയം ടിക്കറ്റ് കൗണ്ടർ. പഴയ വണ്ടി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് തുടങ്ങുന്നത് അല്ലേ? കൽക്കരി ഉപയോഗിച്ചുള്ള വണ്ടി ആദ്യം അല്ലേ? കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ് മോട്ടോർ വണ്ടി. 1770 ആദ്യമായിട്ട് കൽക്കരി ഉപയോഗിച്ചുള്ള വണ്ടി. 1803 1855 വണ്ടി. കാലക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. 1899 ഇങ്ങനെ, 1904 ഇങ്ങനെ. പഴയ വണ്ടി 1896 വണ്ടിയാണിത്. മോട്ടോർ ബൈക്ക് 1912 മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ? ഇംഗ്ലണ്ടിലെ വണ്ടിയാണ്. ബെൻസിൻ്റെ ഇതല്ല ഫസ്റ്റ്. ഫോർഡിൻ്റെ ആദ്യത്തെ വണ്ടിയാണിത്. ഇവർക്ക് എങ്ങനെ ഈ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും? ഇവർക്ക് എങ്ങനെ ഈ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല? ഇതാണ് ഇപ്പോഴത്തെ രൂപം. ഫിയറ്റിൻ്റെ 1957 വണ്ടിയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല, എഞ്ചിൻ്റെ പ്രവർത്തനം. ആദ്യത്തെ അതിൻ്റെ മോഡലല്ലേ? ഇന്ത്യക്കാരന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്താ നമ്മളെ ഇവനൊരു മിസ്റ്റർ ബീൻ ഉപയോഗിച്ച വണ്ടി സിനിമയിൽ
ഇതല്ലേ ആ നമ്മളെ മറ്റേ പമ്പെല്ലാം സ്റ്റാർട്ടാക്കുന്നത്. കേളുണ്ടി ഇത് മറ്റേ ദുബായ് സിനിമയിൽ മമ്മൂട്ടിയെല്ലാം അഭിനയിച്ചല്ലേ, അമേരിക്ക. ഈ ഒരു വണ്ടിയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓവർലൈഫിൻ്റെ വണ്ടിയാണ്. 1947 പ്രൊഡക്റ്റ്. ഡോക്ടർ CR സുബ്രഹ്മണ്യൻ കോയമ്പത്തൂർ അവരുപയോഗിച്ച വണ്ടിയാണിത്. ഏത് വർഷത്തിൽ? പ്രൊഡക്ഷൻ 1931. ഷെവർലെറ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഒരു കാലത്ത് പടക്കുതിരികളായിരുന്ന വണ്ടി. അതാ ഇതിലല്ലേ? പേര് കേരളത്തിലെ വണ്ടിയാണ് കേട്ടോ. TN ശങ്കർ വർമ്മ എന്ന ആൾ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. എത്ര വിൻറ്റേജ് കാറുകൾ ഇതൊക്കെ ഈ ചെറുത് ഇതിൽ തന്നെ കുറച്ചങ്ങോട്ടൊക്കെ ലേശം അങ്ങോട്ടേക്ക് ഒരു കാറുണ്ട്. ഇതിൻ്റെ ആക്സിലേറ്റർ ബ്രേക്കും ഇതിൽ തന്നെ ഡോറും വണ്ടി. ഇത് രണ്ടും ഒന്ന് തന്നെ അല്ല? രണ്ടുണ്ട്. ഇതൊക്കെ മറ്റേ ചാർലി ചാപ്ലിൻ ആ സിനിമയിൽ അഭിനയിച്ച സിനിമ അല്ല, ചാർലി ചാപ്ലിൻ അല്ല, മിസ്റ്റർ ബീൻ അല്ലേ? മിസ്റ്റർ ബീൻ ഉപയോഗിച്ച വണ്ടി അത്. ഈ ആ അതെ അതെ അതിൻ്റെ അല്ലേ? BMW വണ്ടിയാണ്. കണ്ടില്ലേ ഇതൊരു വേറൊരു പതിപ്പ്. സ്മാർട്ട് ഫോട്ടോ. ഇത് 1998 വണ്ടിയാണ്. 600 cc. ഇത് 600 cc നമ്മുടെ എഞ്ചിനും. അതെ, നമ്മളെ ഞാനും 600 cc വണ്ടിയാണ്. സെയിം. ഫോർ സിലിണ്ടർ. ഓടി 60
മെഴ്സി ഇതൊക്കെ നമ്മളെ ഭിന്നശേഷിക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു വണ്ടി അല്ലേ? ഇത് നല്ല ഉപകാരപ്പെട്ടു അല്ലേ ഭിന്നശേഷിക്കാർക്ക് അല്ലേ? ഏ 1999 സിലിണ്ടർ വണ്ടി. ബാക്ക് പോകണോടാ ഗിഫ്റ്റൊക്കെ ഉണ്ട്. കാറുകളാണ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കാറാണ്. ഇതല്ലേ മറ്റേ മഴവിൽക്കാവടി സിനിമയിൽ ഉപയോഗിച്ചത്. ബസ് എല്ലാം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ 64 അറിയോ? ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോൺഗ്രസ്സാ. ഓ ഇതാണ് കോൺഗ്രസ്സാ. പാസഞ്ചർ ഉണ്ടാക്കിയൊരു വണ്ടിയാണ് കാണുന്നത്. 1940 പണ്ടത്തെ ബസ് സർവീസ്. ചേട്ടോ 1980 ഈ സാധനം ഇപ്പോഴും ഉണ്ടോ? മറ്റേ ഈ പഞ്ചാബിലും ആഴിലോടുന്ന് ഉത്തരേന്ത്യയിലും ഫയർ എഞ്ചിനാണ്. പണ്ടത്തെ ഫയർ കുറച്ച് അതിന് മുമ്പ് അതിന് ഫ്രണ്ട് എനിക്ക് ആരോ ഇതല്ലേ ഇപ്പോഴത്തെ മോഡലാണ്. കണ്ട് സിനിമ യൂണിറ്റിൻ്റെ വണ്ടിയാണത്. നമ്മളെ ഞാന ഏതാ ഇവിടെ കിടക്കണത്? കട്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഇതാണ് നമ്മുടെ നാനോൻ്റെ. ഇതും കൊണ്ടാണ് നമ്മളില്ലേ കാശ്മീരും ലഡാക്കും താണ്ടി ഇപ്പോൾ വീണ്ടും നേപ്പാളും ഭൂട്ടാനും കറങ്ങാൻ പോകുന്ന സ്ഥാനത്ത് ഈ സാധനം കൊണ്ടാണ്. കർണാടക ഉണ്ട്.
പെരിയാർ ഉപയോഗിച്ച വണ്ടിയാണ് കാണുന്നത്. ഏ ഈ കരുണാനദി മറ്റേ ഇവരെല്ലാം ഉപയോഗിച്ച കാരവാനാണ് ഈ കാണുന്നത്. ഏത് MG മോട്ടോഴ്സിൻ്റെ മോട്ടോഴ്സിൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. 1945 ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നത്. രണ്ടാൾക്ക് മാത്രമേ ഇതിൽ ബാക്കിലിരിക്കാനില്ല അല്ലേ? ബാക്ക് ഇതല്ലേ ഫുഡ് പീസ് അല്ലേ? 2 പേർക്ക് ഇരിക്കാൻ പറ്റും. എന്നാലും ഇതെങ്ങനെയാണ് ഓടിക്കുക? സ്പോർട്സ് ബൈക്കിൻ്റെയാണ്. സ്പോർട്സ് ബൈക്ക്. അതെ. ഇതെല്ലാം വെറുതെ ചിത്രം എടുത്ത് കാണാന്നല്ലേ അല്ലേ? അതല്ലേ ഓന് ഇന്നലെ ഈ സൂരജിൻ്റെ ഇന്നലെ ഡാൻസ് കളിക്കുന്ന നേരത്തെ ഇന്ന് പിടിച്ചാനെ വലിച്ചിനല്ലോ. അത് നടു പുളുക്കിയിട്ടായില്ലത്. അത് മറ്റേ ബെൽറ്റെല്ലാം ഇട്ടിട്ടായില്ലു. ഇതെല്ലാം ഇതന്നെ സ്പോർട്സിൻ്റെ ആണ്. ഇതിൻ്റെ റോൾസ് റോയ്സ് ഇതൊരു ടൈപ്പ് റേറ്റ് ഓരോന്നുണ്ടല്ലോ. ചരിത്രം, സയൻസ്, കുട്ടികൾക്കെല്ലാം നല്ലതല്ലേ? കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗവേദം ഫിലിം പ്രൊജക്ടർ. പഴയ ഫിലിം പ്രൊജക്ടർ. പഴയ ഡിസ്ക, പണ്ടത്തെ വീഡിയോ. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കണ്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാം എന്ന് വിചാരിക്കുന്നു. വീൽ ചെയറിൽ വരുന്ന നമ്മുടെ പോലുള്ളവർക്ക് നല്ല സൗകര്യമാണ്. എല്ലായിടവും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഴയ ക്ലോക്ക്, പേനക്കത്തി മുതൽ വാച്ച്, ഇതൊക്കെ ഇവിടെ കിട്ടിയിരുന്നില്ല. പണ്ട് ഉപയോഗിച്ചതായിരിക്കും.
ഗ്രാമഫോൺ. ഞങ്ങളങ്ങനെ എല്ലാം കണ്ട് പുറത്തിറങ്ങി. ബാക്കി അടുത്ത വീഡിയോ.